നേരത്തെ നിങ്ങളെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഹൂറീസ് ഹെന്ന എന്ന് പറഞ്ഞ കെമിക്കലില്ലാത്ത മുടി കറുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ആയുർവേദമായിട്ടുള്ള പച്ചമരുന്നുകളും അതോടൊപ്പം തന്നെ മൈലാഞ്ചി അങ്ങനെ കണ്ട നെല്ലിക്കപ്പൊടി അങ്ങനെ കണ്ട കുറേ ഐറ്റംസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഐറ്റംസ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് അലർജിയോ മറ്റ് പ്രശ്നങ്ങളൊക്കെ ചില മുടി കറുപ്പിക്കുന്ന ആളുകൾക്ക് ചൊറിച്ചിൽ അലർജിയോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. സാധാരണ ഹെയർ ഡൈ കെമിക്കൽ എന്ന് പറഞ്ഞ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പം നമ്മളെ തന്നെ പ്രൊഡക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മേടിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒന്ന് ദയവായിട്ട് റെക്കമെൻഡ് ചെയ്യുക എന്ന് മാത്രമാണ്. ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ടപ്പ് പ്രൊഡക്റ്റാണ്. അപ്പോൾ മേടിച്ച ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർപ്പെടുത്താറുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ മുടി മൈലാഞ്ചിപ്പൊടി ഇട്ട് ചോപ്പിക്കാറായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കറുപ്പിക്കുന്നതിനെ പറ്റി ആലോചിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കറുപ്പിച്ചത്, ഇത് കറുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ജസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ എടുത്തതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കാം. വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ നമ്മൾ അറപ്പുഴ പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ്. ഇവിടെയൊക്കെ ഏകദേശ വർക്കും ദേശീയപാതയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അധികം വലിച്ചിട്ടില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. ഉച്ച സമയമാണ്, കുറച്ച് വെയിലൊക്കെ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് വേണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അറപ്പുഴ പാലം കഴിഞ്ഞാൽ ദേശീയപാത 6 വരിയും ടാറിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രദേശമാണ്. ബൈപ്പാസ് റോഡ് കാലിക്കട്ടോ കണ്ണൂരോ ദേശീയപാത അങ്ങേയറ്റം വിശാലമായി കിടക്കുന്ന പ്രദേശമാണ്. വയലുകളിലൂടെ പാസ് ചെയ്തു പോകുന്ന പ്രദേശം. വളരെ മനോഹരമായി തന്നെ KMC പ്രദേശത്ത് വളരെ പെട്ടെന്ന് തന്നെ ദേശീയപാതയുടെ വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വടകരയിൽ ശരിക്കും നമുക്ക് ഇതുപോലെയുള്ള കമ്പനികളെയായിരുന്നു ആവശ്യം. ഭാരത് ബെൻസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ അറപ്പുഴ പാലം കഴിഞ്ഞിട്ടുള്ള ഭാരത് ബെൻസിൻ്റെ ഷോറൂം കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. ആറ് വരിയും ടാറിങ് കഴിഞ്ഞു, ട്രാക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാവിധ വർക്കുകളും പൂർത്തിയാക്കിയ ദേശീയപാതയാണ്. അറ്റമില്ലാത്ത റോഡായി മാറിയിട്ടുണ്ട്. സ്ട്രൈറ്റ് ഒരു ടേണിങ്ങുകൾ പോലും ഇല്ലാതെ ദേശീയപാത വിശാലമായി കിടക്കുക. അതിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. സ്ട്രെയിറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി ഫൂട്ട് ഓവർ ബ്രിഡ്ജ് എവിടെയൊക്കെയാണെന്ന് ധാരണയില്ല. പല ആളുകൾക്കും ഫൂട്ട് ഓവർ ബ്രിഡ്ജ് കേരളത്തിലുണ്ടോ എന്ന് തന്നെ അറിയില്ല. പക്ഷെ നമ്മൾ കാസർഗോഡ്
ദേശീയപാതയിൽ ഊരാളുങ്കലിൻ്റെ വർക്ക് കാണുമ്പോഴാണ് ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ട് എന്ന് പല ആളുകൾക്കും അറിയാവുന്നത്. അറിയുന്ന ആളുകൾക്കറിയാം, എന്നാലും ഒരുപാട് ആളുകൾക്ക് സത്യം പറയുകയാണെങ്കിൽ അറിയില്ല. ഇനി ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കാണ് എത്രയും പെട്ടെന്ന് നടത്തേണ്ടത്. പ്രത്യേകിച്ച് ടൗണുകളും അതോടൊപ്പം തന്നെ സ്കൂളും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശങ്ങളിലൊക്കെ മാരാത്ത് താഴ റോഡ് ആ ഭാഗത്ത് ടൗണുകൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് വളരെ അർജൻറ്റായിട്ട് നടക്കട്ടെ. അല്ലെങ്കിൽ കാൽനട യാത്രക്കാരൊക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ റോഡ് ആക്സിഡൻ്റൊക്കെ വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രം പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ആ റോഡ് ആക്സിഡൻറ്റുകൾ വർദ്ധിക്കാതിരിക്കാൻ ഫൈന് ഇടുക, അതോടൊപ്പം തന്നെ ക്യാമറ വെക്കുക എന്നതുകൊണ്ട് മാത്രം അത് ഫലപ്രദമായി മാറില്ല. ഇതൊക്കെ ചെയ്യണം. അതിൻ്റെ പുറമെ റോഡ് ക്രോസ് ചെയ്യാൻ 6 വരിയിൽ ടാറിങ്ങൊക്കെ കഴിഞ്ഞ പ്രദേശങ്ങളിൽ ഈ ഫുട് ഓവർ ബ്രിഡ്ജുകൾ തുറന്നു കൊടുക്കേണ്ട, എത്രയും പെട്ടെന്ന് നിർമ്മിച്ചു കൊടുക്കേണ്ട. അപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനികൾ ഫുട് ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിച്ചിട്ടില്ലെങ്കിൽ NHAയും അതോടൊപ്പം തന്നെ അധികാരികളും ബന്ധപ്പെട്ട ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനുള്ള ഒരു പ്രവർത്തനവും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഇപ്പോൾ ദേശീയപാത വാഹനങ്ങൾക്ക് വേഗത കൂടുക എന്നതിനപ്പുറത്ത് വേഗത കുറയാനുള്ള സാധ്യത ഇനി 6 വരിയാകുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഫ്രീ റോഡാകുമ്പോൾ അടിച്ച് കയറിപ്പോവും. അപ്പോൾ അതിനൊക്കെ പരിഹാരം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് അടിയന്തരമായിട്ട് നടക്കേണ്ടതുണ്ട്. കേരളത്തിൽ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഊരാളുങ്കലിൻ്റെ വർക്ക് കാസർഗോഡ് മാത്രമാണ് ഫുട് ഓവർ ബ്രിഡ്ജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൽ മറ്റ് ജില്ലകളിൽ എവിടെയും ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞതായിട്ട് നമുക്കറിയില്ല. ഈ മലപ്പുറം ജില്ലയിൽ എവിടെയുണ്ടോയെന്ന് നമുക്കറിയില്ല. പിന്നെ മറ്റ് തൃശ്ശൂർ ആ ഭാഗങ്ങളിലൊക്കെ എവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന്, തൃശ്ശൂരല്ല വേറെ എവിടെയോ കേരളത്തിൽ വേറെ എവിടെയോ കഴിഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആളുകൾ കമൻറ്റ് ഇട്ടിരുന്നു. അതെവിടെയാണെന്നറിയില്ല. എന്നാലും വ്യാപകമായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കാസർഗോഡാണ്. മറ്റേത് ഒറ്റപ്പെട്ട 1-2 ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്ത് വേറെ എവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചില്ല. അപ്പോൾ അതാണ് ദേശീയപാതയിൽ ഉള്ള വലിയൊരു വർക്കിനിടയിലുള്ള വലിയൊരു പോരായ്മയായിട്ട് എടുത്തു പറയാനുള്ളത്. കാരണം യാത്രക്കാരുടെ, കാൽനട യാത്രക്കാരുടെ, സാധാരണക്കാരുടെ സേഫ്റ്റി വളരെ മുഖ്യമാണ്. സേഫ്റ്റി മുഖ്യം വിജിൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെയൊക്കെ ഏകദേശം 4-5 കിലോമീറ്റർ 6 വരി പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ സോയിൽ നെയിലിങ് നമ്മൾ കോഴിക്കോട് ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോയിൽ നെയിലിങ് എവിടെയുമില്ല. ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും തൊണ്ടയാട്, പന്തീരങ്കാവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശങ്ങളിലുള്ള സോയിൽ നെയിലിംഗ് ആണ്. ഇതൊക്കെയാണ് സോയിൽ നെയിലിംഗ്. വാഗാട് ചുമ്മാ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്യും. ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറയുക, കുറ്റം പറയല്ല. ഇവർ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞതുപോലെയാണ്. എവിടെ അവർ സോയിൽ നെയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞ് താഴെ പോകും. ഇപ്പോൾ മുക്കാളിയിൽ, അതേപോലെ കൈനാട്ടിയുടെ മടപ്പള്ളി പ്രദേശത്ത്, അതേപോലെ തന്നെ കൊയിലാണ്ടി, നമ്മളെ കുന്നിയോറ മല, ഇതൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തതിന് ശേഷം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോകുന്നുണ്ട്. ആരോ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞോ ആദ്യം വാഗാടിനെ കൊണ്ട് പഞ്ചായത്ത് റോഡുകളൊക്കെ ടാർ ചെയ്തിട്ട് ശീലിപ്പിച്ച് പഠിപ്പിച്ചതിന് ശേഷമായിരുന്നു അവർക്ക് ദേശീയപാതയുടെ വർക്ക് കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ ആളുകൾ പറയുമ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാനൊക്കില്ല. കാരണം അങ്ങേയറ്റം പറയിപ്പിച്ചുകൊണ്ടാണ് വാഗാട് വർക്ക് എടുക്കുന്നത്. അത് KMC, KNRC, ഊരാളുങ്കൽ, ഈ വിശ്വസമുദ്ര അവരൊക്കെ വർക്ക്, EKK ഇവരൊക്കെ വർക്ക് നോക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം അബദ്ധമാണ്, വാഗാടിൻ്റെ വർക്ക് ദുരന്തപൂർണ്ണമാണ് എന്ന് നമുക്ക് മനസ്സിലാവാം. വാഗാടിൻ്റെ വർക്ക് മാത്രം കാണുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഹൈവേയുടെ വർക്ക് നടക്കുകയല്ലേ, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ആത്മനിർവൃതി അടയുന്ന ആളുകളുണ്ട്. നിർവൃതി അടങ്ങി പണ്ടാരടങ്ങും. അപ്പം ഇവിടെയൊക്കെ കൂറ്റൻ എക്സ്കവേഷനാണ്, അതികൂറ്റൻ എക്സ്കവേഷൻ. ഇപ്പം ജസ്റ്റ് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് കാഴ്ചകൾ, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം എന്ന് പറഞ്ഞതുപോലെയാണ് വാഗാടിൻ്റെ കാര്യം. പൊടി പിടിച്ച കാഴ്ചകൾ കണ്ടുമടുത്തു എന്ന് നമ്മൾ പാട്ട് വേണേൽ വാഗാടിനെ പറ്റി ഉണ്ടാക്കാം. അപ്പം നമ്മൾ KMCയുടെ റീച്ച് കഴിഞ്ഞ് KNRCയുടെ റീച്ചിലെത്തി. കാക്കഞ്ചേരി ഭാഗത്തു നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ്. കാക്കഞ്ചേരി
കുന്നുകളും ഭയങ്കര ചെങ്കുത്തായ കാറ്റൊക്കെ ഉള്ള പ്രദേശമാണ്. കുന്നാണ് കാക്കഞ്ചേരി. ഭയങ്കരമായിട്ടുള്ള എക്സ്കവേഷന്, കൂട്ടൻ എക്സ്കവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ, പില്ലർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ, സൈഡ് വാളും ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KNRC ആണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിൻ്റെ എന്താണ് ഇവിടെ എന്നുള്ളത്, ഇത്രയും എക്സ്കവേഷൻ ചെയ്തിട്ട് വലിയ സൈഡിൽ വമ്പിച്ച ഒരു സൈഡ് വാൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർവീസ് റോഡ് താഴ്ന്നിട്ട് വരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താണ് നമുക്ക് ആ ഒരു കാഴ്ച കാണിച്ചു തരാം. പക്ഷേ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ടേണിംഗ് ആയിരുന്നു. ആ ടേണിങ്ങുകളൊക്കെ നിവർത്തിയിട്ട്, അതോടൊപ്പം തന്നെ വലിയ കുന്നൊക്കെ ആയിട്ടുള്ള പ്രദേശമാണ്. അതൊക്കെ നിവർത്തിയിട്ടാണ് ഇതിലെ ദേശീയപാത കടന്നു പോകുന്നത്. സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ സർവീസ് റോഡ് ഇരു സൈഡിലും ഉയർന്നിട്ടും അതോടൊപ്പം തന്നെ 6 വരി പാത താഴ്ന്നിട്ടുമാണ് ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുന്നത്. അപ്പോൾ കാക്കഞ്ചേരി ഭാഗത്തുള്ള കുറച്ച് ഈ സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. അവിടെയുള്ള കാഴ്ചകൾ കൂടി നമുക്ക് കണ്ടു നോക്കാം. സർവീസ് റോഡിൽ നിന്ന് റോഡ് നേരെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ 6 വരി പാതയിലൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട്. വൺ സൈഡിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ കോഴിക്കോട് റൂട്ട്, കക്കാട് യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ നമ്മളെ നമ്മളെ എക്സ്കവേഷൻ ചെയ്ത താഴ്ത്തിയ ഭാഗങ്ങളൊക്കെ, സൈഡ് വാളുകളൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തതാണ്. മുരിക്ക് മരം പോലെ, സത്യം പറയുകയാണെങ്കിൽ മുരിക്കിൻ്റെ മരം പോലെയാണ് ഈ സോയിൽ നെയിലിംഗ് ചെയ്ത വാള്. ഒരുപാട് കമ്പികൾ ഇങ്ങനെ കഷ്ണം പുറത്തിങ്ങനെ ചാടിയേക്കും. കാക്കഞ്ചേരി കഴിഞ്ഞാൽ 6 വരി മണ്ണടിച്ചുയർത്തിയിട്ടാണ് ഈ ഒരു പ്രദേശത്ത് വർക്കെടുത്തത്. അപ്പോൾ ഇവിടെയും സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു. ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു. ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നമ്മുടെ KNRC സബ് കൊടുത്താണ്. ചെട്ടിമാട്, കാക്കഞ്ചേരി കഴിഞ്ഞ് ചെട്ടിമാടെത്തി നമ്മൾ. ചെട്ടിമാട് ദേശീയപാത. ചെട്ടിമാട് പ്രദേശത്തൊക്കെ 6 വരിയും താറിങ് കഴിഞ്ഞു. സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞു. ഇവിടെ ഒരു വലിയൊരു ഓവർ പാസേജ് ഉണ്ട്. ആ ഓവർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞു. ഓവർ പാസേജിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ആ പില്ലറിൻ്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെയും സൈഡ് വാള് സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്ത് തന്നെയാണ്. സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള സൈഡ് വാള്. ഇരു സൈഡിലും സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ്. KNRC KMCയും ഈ ഭാഗങ്ങളിൽ മത്സരിച്ച് വർക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് വേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. യൂണിവേഴ്സിറ്റിയോടൊക്കെ അടുത്തുള്ള പ്രദേശമാണ് അടുത്തതായിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ 6 വരി ദേശീയപാതയുടെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ ഹൈവേയിലൂടെ സർവീസ് റോഡിലൂടെയാണിപ്പോൾ കടത്തി വിടുന്നത്. 6 വരിയുടെ താറിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ വൺ സൈഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഭാഗത്ത് ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്കാണിപ്പോൾ ഈ ഒരു പ്രദേശത്ത് ബാക്കിയുള്ളത്.
യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തൊക്കെ ഈ ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ വരേണ്ടതായിരുന്നു. അപ്പം നമ്മളെ കോഹിനൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് കോഹിനൂർ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. കോഹിനൂരും 6 വരിയുടെ ദേശീയപാതയുടെ ടാറിങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച തന്നെയാണ് കോഹിനൂർ. ആഹാ, ഇവിടെയൊക്കെ കുറച്ച് കാറ്റങ്ങളുണ്ട്. പരമാവധി കാറ്റങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ കുറേയൊക്കെ കുന്നുകളും മലകളൊക്കെ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് എല്ലാ ഭാഗവും സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് ആക്കാൻ സാധ്യമല്ല. ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഈ മഴവെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു സംവിധാനം ആക്കിയില്ലെങ്കിൽ, മഴയ്ക്ക് മുന്നേ ആക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇവിടെ ആ വർക്കാണ് നിലവിൽ ബാക്കിയുള്ളത്. മഴയൊക്കെ ഒലിച്ചു പോകുക, മഴവെള്ളമൊക്കെ ഒലിച്ചു പോകാനുള്ള ഡ്രൈനേജ് സംവിധാനത്തിൻ്റെ വർക്ക് ഇവിടെ ബാക്കിയുണ്ട്. കാരണം നിങ്ങൾ ഹൈറ്റിൽ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റും, ശരിക്കും ഒരു തൊട്ടിൽ ഒരു തോണി പോലെയുള്ളൊരു പ്രദേശമാണ് ഇവിടെ. ഇതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ മേലെ കൂടി വെള്ളം പോകും, അത്രയും താഴ്ന്നിട്ടുള്ള പ്രദേശം. അപ്പോൾ അടുത്തൊരു വർക്ക് അതാണ് ഇവിടെ കാര്യമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത്. ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ആ വർക്കും ഉടൻ തന്നെ KNRC കംപ്ലീറ്റ് ആക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കോഹിനൂർ കഴിഞ്ഞു. GVHS സ്കൂളിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ DMS ഹോസ്പിറ്റൽ, അതിൻ്റെയൊക്കെ നേരെ മുന്നിലാണ് ഇപ്പം നമ്മളുള്ളത്. ചേളാരി. അപ്പോൾ ചേളാരിയിലും 6 വരിയും ടാറിങ് പൂർത്തിയായി. അതേപോലെ തന്നെ ഓവർ പാസേജിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയി. പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, ഫിനിഷിങ് വർക്ക് കഴിഞ്ഞു. ഇവിടെ കുറേ മണ്ണുകളൊക്കെ റോഡ് കിടക്കുന്നുണ്ട്, അതെന്താണെന്ന് മനസ്സിലായില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. 6 വരി പാതയിലെ കുറേ മണ്ണുകൾ നമ്മൾ ഈ ഒരു സോയിൽ ലെയിലിങ് ചെയ്യുന്ന സമയത്ത് പൊളിഞ്ഞ് വീണാൻ തോന്നും. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്യാനുള്ള വർക്ക് ഇവിടെ ബാക്കിയുണ്ട്. ചേളാരി ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ചേളാരി ഗ്രാമീണ ബാങ്ക്, അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ 6 വരിയും താരയും കഴിഞ്ഞു. ഈ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തിയാണ് കുറേ വർക്ക് എടുത്തത്. സർവീസ് റോഡ് താഴ്ന്നിട്ടാണ് ഈ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുന്നത്. ഒന്നും നിർത്തിയിട്ടിട്ട് കാഴ്ചകൾ കാണിച്ചു തരാമെന്നല്ല വർക്കൊന്നും, കാരണം എല്ലാം വർക്ക് ഇവിടെ കംപ്ലീറ്റ് കഴിഞ്ഞതാണ്. ചേളാരി കഴിഞ്ഞാൽ ചേളാരി ആഹാ, ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് കടന്നു പോകാൻ പറ്റിയ ദേശീയപാത. ചേളാരി കഴിഞ്ഞു. പടിക്കലെത്തി നമ്മൾ. ചേളാരി കഴിഞ്ഞ് പടിക്കലെത്തി. പടിക്കലൊക്കെ 6 വരി പാതയും കഴിഞ്ഞ് ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട്. അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കംപ്ലീറ്റ് ആയി. ദേശീയപാത 6 വരിയും തുറന്നു കൊടുത്തു, പൂർണ്ണമായും തുറന്നു കൊടുത്തു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ പടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ദേശീയപാതയുടെ കാഴ്ചയുടെ വീഡിയോ പടിക്കൽ വരെ കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. പിന്നെ അതിൽ കൂടുതൽ ചെയ്യുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ഇവിടെ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ്, സ്ട്രീറ്റ് ലൈറ്റ് ചാലുവാക്കിൻ്റെ വർക്കാണ്.
പടിക്കൽ. ഇതൊക്കെ റീസെൻ്റ്ലി ടാർ ചെയ്ത പ്രദേശമാണ്. പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. പടിക്കൽ കഴിഞ്ഞു വെള്ളിമുക്ക്. പടിക്കൽ കഴിഞ്ഞ് വെള്ളിമുക്ക്. ഇവിടെയൊക്കെ ഒരു ബോർഡ്, ഹൈവേയിൽ നെയിം ബോർഡുകൾ വരുന്നുണ്ട്. ആ നെയിം ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ബോർഡുകൾ പേര്, അതിൻ്റെ ഫ്രെയിമുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ മറ്റു കാര്യങ്ങളൊക്കെ. ഈ ഒരു സ്പീഡ് എൻ്റെ മോനെ ക്യാമറയൊക്കെ ഉണ്ട് ഇവിടെ. ക്യാമറയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മോനെ. നമ്മൾ പടിക്കൽ ഭാഗത്തൊക്കെ 2 ക്യാമറ 2 സൈഡിലായിട്ട് നമ്മൾ 6 വരി പാതയുടെ 2 ക്യാമറകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ക്യാമറ ചാലുമായിട്ടുണ്ടോ നമുക്കറിയില്ല. എന്തായാലും ക്യാമറ വന്നിട്ടുണ്ട്. ക്യാമറ നമ്മുടെ ക്യാമറ പിടിക്കുമോ എന്നറിയില്ല. ക്യാമറയെ പിടിക്കുമോ? ഇപ്പോൾ പടിക്കൽ കഴിഞ്ഞാൽ വീണ്ടും ഒരു ഓവർ പാസേജ്. ഈ ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ഓവർ പാസേജിനാണ്. അണ്ടർ പാസേജിനേക്കാൾ കൂടുതൽ ഓവർ പാസേജുകളാണ്. അറ്റാമോ പടിക്കൽ കഴിഞ്ഞു. ആര് പടിക്കൽ കഴിഞ്ഞെന്ന്? ഞാൻ പഠിച്ചു കഴിഞ്ഞതാ. വെള്ളിമുക്ക്. അടുത്തത് സ്വർണ്ണമുക്ക്. അല്ല, വെള്ളിമുക്ക് കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണമുക്കില്ല. അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രിപ്ഷൻ, ഒരു കമൻറ്റ്, ഒരു ഷെയർ, ഇതൊക്കെ നൽകി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.